അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും വളരെയധികം പ്രയോജനപ്പെടുന്നതായിട്ട് നിത്യജീവിതത്തിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എക്സർസൈസോ കസർത്തോ ആയിട്ട് ഒരു ബന്ധം. നമുക്ക് മെഡിറ്റേഷൻ അതൊരു വലിയ ഘടകം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് വളരെയധികം മാർക്കറ്റൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മെഡിറ്റേഷൻ. വിവേകാനന്ദൻ 38ാമത്തെ വയസ്സിൽ തട്ടിപ്പോയവരുന്ന. അപ്പൊ പിന്നെ അതൊന്നും കൊണ്ട് ഒരു കാര്യമില്ലെന്നുള്ള കാര്യവും നമ്മൾ ഇതുപോലെ അറിയണം. തെറ്റിദ്ധരിക്കപ്പെട്ട് വ്യാപാരവൽക്കരണത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് പലപ്പോഴും നമ്മൾ രണ്ടുപേരും വഴക്കിട്ട് പിണങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മിണ്ടാതിരിക്കും. അത്രേ ഉള്ളൂ. അത് കറക്റ്റ് ഉത്തരവാണ്. എൻ്റെ പേര് അശോക് കുമാർ. ഞാൻ മൈത്രേയൻ്റെ ധാരാളം വീഡിയോസ് ഒക്കെ കണ്ട് വളരെയധികം മോട്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും യൂട്യൂബിൽ സമയം പോകാനായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ വളരെയധികം താല്പര്യപൂർവ്വം അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും വളരെയധികം പ്രയോജനപ്പെടുന്നതായിട്ട് നിത്യജീവിതത്തിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ ഇന്നത്തെ അദ്ദേഹത്തോടുള്ള ചോദ്യം, കുറേ വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് വളരെയധികം ഇംപ്രസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ എൻ്റെ ചോദ്യം, യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ, ഈ 3 കാര്യങ്ങൾ ഇന്നത്തെ ആധുനിക സമൂഹത്തിലെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട് വ്യാപാരവൽക്കരണത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. മൈത്രേയനെ പോലെ ആധ്യാത്മികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് അതിൻ്റെതായിട്ടുള്ള വീഡിയോകൾ കൃത്യമായിട്ട് പ്രാണായാമത്തെ കുറിച്ച് അത് 1-2 പ്രാവശ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളത് എനിക്ക് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും യോഗ പോസ്റ്റേഴ്സ് അദ്ദേഹത്തെ തന്നെ കാണുമ്പോൾ അദ്ദേഹം യോഗ ചെയ്യുന്ന വ്യക്തിയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. കാരണം അത്ര ഫിറ്റാണ്. എബോവ് 70 years ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ ഇതേ രീതിയിൽ അദ്ദേഹത്തിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹം പല പൊടികൈകളും പ്രയോഗിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ യോഗ പോസ്റ്റേഴ്സ് എങ്ങനെയാണോ അദ്ദേഹം ചെയ്യുന്നുണ്ടോ, പ്രാണായാമത്തെ നമുക്ക് വിട്ടാൽ പോലും മെഡിറ്റേഷൻ അതൊരു വലിയ ഘടകം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് വളരെയധികം മാർക്കറ്റൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മെഡിറ്റേഷൻ. എപ്പോൾ ധ്യാനിക്കണം, എങ്ങനെ ധ്യാനിക്കണം, ധ്യാനം ഏത് രീതിയിലായിരിക്കണം എന്നതിനെക്കുറിച്ച് പല രീതിയിലുള്ള പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ വിഷയം തന്നെ ഹ്യൂമൻ ലൈബ്രറി എന്നുള്ളതാണ്. പല പുസ്തകങ്ങളിലൂടെയുള്ള അറിവുകളൊന്നും കൂടുതൽ നമുക്ക് പ്രയോജനം ചെയ്യണമെന്നില്ല. നേരെ മറിച്ച് ആധ്യാത്മിക ഗുരുകുലം പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അത് കഴിയുകയും ഇതേപോലുള്ള ഗുരുവര്യന്മാരുമായിട്ടുള്ള പരിചയത്തിലൂടെയൊക്കെ അദ്ദേഹത്തിന് ധാരാളം അറിവുകൾ ഈ കാര്യത്തിൽ കിട്ടി കാണും. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യുകയും നമ്മുടേതായിട്ടുള്ള സംശയങ്ങളൊന്ന് നിവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമ്മളിന്ന് ജീവിതത്തിനെ മനസ്സിലാക്കുന്ന രീതിയിലല്ലാതെ, ഞാൻ നേരത്തെ ഇന്ന് രാവിലെ ഇവിടെ ജീവനെ പറ്റി ശരീരത്തിനെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞതാണ്. അങ്ങനെ അല്ലാതെ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചതല്ല. യോഗം എന്ന് പറയുന്നത് പതഞ്ജലി യോഗ സൂത്രത്തിനകത്ത് പറയുന്ന, പതഞ്ജലിയുടെ ആണ് യോഗം എന്നുള്ള വാക്ക്. അത് ഈ എക്സർസൈസോ കസർത്തോ ആയിട്ട് ഒരു ബന്ധമില്ല. ആദ്യം അറിയാം. അതൊരു അയ്യരുണ്ടായിരുന്നു, ഒരു അയാൾ ഈ ലോകത്തുള്ള സകല സർക്കസും കണ്ടുപിടിച്ചിട്ട് അതിനകത്തുനിന്ന് ഉണ്ടാക്കിയ കുറെ സാധനത്തിനെയാണ് ഇന്ന് യോഗം എന്ന് പറയുന്നത്. പതഞ്ജലി യോഗം എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചത്തിനകത്ത് ഒരാത്മാവും
നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ആത്മാവും, നമ്മളത് കൊച്ചാത്മാവ്, അതിനെ ജീവാത്മാവ്, മറ്റേതിനെ പരമാത്മാവ് എന്നും വിളിച്ചിട്ട് ഈ ജീവാത്മാവ് പരമാത്മാവ് ലയിക്കുന്ന പ്രക്രിയക്കാണ് അവർ യോഗം എന്ന് പറയുന്നത്. അല്ലാതെ ഈ തലയുത്തി നിൽക്കുന്നതും നടുവടിക്കുന്നതും ആസനം കാണിക്കുന്നതൊന്നും അല്ല. അതുമായിട്ട് ഒരു ആസനം എന്ന് അവര് പറയുന്നത് ബോധത്തിനകത്ത് നിങ്ങൾക്ക് ഉറച്ചിരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതിനാണ് അവർ ആസനം ഉറച്ചെന്ന് പറയുന്നത്. അല്ലാതെ ചന്തിയായിട്ട് കുത്തിയിരിക്കുന്ന സംഭവമൊന്നും അല്ല. ഇതുമൊക്കെ നമ്മൾ ഇതുപോലെ അറിയണം. അപ്പോൾ അന്ന് അവര് യോഗം എന്ന് പറയുന്ന പ്രയോഗവുമായി ഒരു ബന്ധവും ഇല്ലാത്ത കുറച്ച് എക്സർസൈസുകളുടേതായ കൂട്ടായ്മ ഉണ്ടാക്കിയത് അയ്യങ്കാരാണ്. അങ്ങേരുണ്ടാക്കിയ സാധനം ലോകം വ്യാപകമായി മനുഷ്യര് അധ്വാനിച്ച് കൊടുക്കുന്നവരെ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടായപ്പോൾ ശരീരം അനങ്ങാതിരുന്ന് ചാപ്പാടടിച്ചിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ കുറച്ച് എക്സർസൈസ് വേണമെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രീയ സമീപനമുള്ള കാലത്താണ് ഈ യോഗാഭ്യാസം എല്ലാം കൂടെ അങ്ങോട്ട് പോയത്. അതുകൊണ്ടാണ് അത് ഇത്രയും പ്രചാരമായിട്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ചെയർ യോഗ വരെ ആയത്. അപ്പോ എന്ത് ശരീരം അനങ്ങുന്ന ഏത് കുന്തത്തിനും യോഗം എന്ന് പറയുന്നത് പ്രത്യേക കാരണം കൊണ്ട് ഇന്നിപ്പോ ശരീരത്തിന്റെ അനക്കങ്ങളെയാണ് യോഗമായിട്ട് പറയുന്നത്. മറ്റേത് ശരീരവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള യോജിപ്പ്, രണ്ടും തമ്മിൽ യോജിപ്പിക്കുന്നതിന് യുഞ്ജതേ തമ്മിൽ യോജിപ്പിക്കുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടായിട്ട് ഒന്നായിരിക്കുന്നത് നമ്മൾ അറിയാതെ രണ്ടാണെന്ന് തോന്നിപ്പോയതിനെ യോജിപ്പിക്കുന്നതിനെയാണ് യോഗം. അപ്പൊ അത് ഇയാളീ പറയുന്ന ഇന്നത്തെ ഈ ശാരീരികമായ എക്സർസൈസുമായിട്ട് യാതൊരു ബന്ധവും അന്നത്തെ. പക്ഷെ അതേ സമയത്ത് കുറെ നേരം കുത്തിയിരുന്ന് കഴിയുമ്പോൾ നടുവേദനയും തലവേദനയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് മാറാൻ വേണ്ടി കുറച്ച് സ്ട്രെച്ച് ചെയ്യാനും അനങ്ങാനും തിരിയാനും ഒക്കെ എല്ലാ ആൾക്കാരും പറയുന്നതിന്റെ കൂട്ടത്തിലാണ് കുറച്ച് എക്സർസൈസസ് ഉണ്ടായിരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ, അല്ലാതെ യോഗം ഒന്നുമില്ല. ഇയാൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും ഒക്കത്തില്ല, ആത്മാവ് ചേരാനൊന്നും ഒക്കത്തില്ല, ആത്മാവ് മുറിക്കാൻ പറ്റത്തില്ല. പിന്നല്ലേ യോഗിയാകേണ്ടത്, ചേർക്കണ്ടേ, ചേർക്കാൻ പറ്റത്തില്ല. അത് ഞാനിത് രാവിലെ ഉത്തരം പറഞ്ഞതാണ്. പിന്നെ ഈ പ്രാണായാമം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നല്ലോണം ശ്വാസം എടുത്താൽ കുറച്ച് ഓക്സിജൻ കൂടുതൽ കിട്ടും. അപ്പൊ അത് നമ്മൾ എടുക്കുന്നത് മോശമാണെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഒരു മൂക്കിൽ കൂടെ കയറ്റി എടുത്ത് മറ്റേ മൂക്കിൽ കൂടെ വിടുകയൊന്നും വേണം. കുറെ നേരം ശ്വാസമൊക്കെ എടുത്ത് നല്ലോണം ശ്വാസം എടുത്താൽ ഓക്സിജൻ ഇച്ചിരി കിട്ടി നമുക്ക് സാധാരണഗതിയിൽ കിട്ടാവുന്ന ഒരു അനുഭവമുണ്ട്, കൊള്ളാവുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇച്ചിരി നേരം ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്താലും നല്ലോണം ശ്വാസം എടുക്കും. അല്ലാതെ യോഗികൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. ഭയങ്കര യോഗത്തിനെ പറ്റി ഇഷ്ടം പോലെ എഴുതി ഒരുത്തനാണ് വിവേകാനന്ദൻ. 38 വയസ്സിൽ തട്ടിപ്പോയ ഒരുത്തനാണ്. അപ്പൊ പിന്നെ അതൊന്നും കൊണ്ട് ഒരു കാര്യമില്ലെന്നുള്ള കാര്യവും നമ്മൾ ഇതുപോലെ അറിയണം. ആരെങ്കിലും തലയിലെ തേങ്ങ വീണിട്ടൊന്നും അല്ല അയാൾ ചത്തത്. സിഗരറ്റ് വലിച്ചിട്ട് ചത്ത ആണോ? ലാൻസൊക്കെ ശ്വാസം കിട്ടാതെ പോയിട്ട് ഇതുമൊക്കെ നമ്മൾ ഇതുപോലൊക്കെ അറിയണം. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളീ അറിയുന്ന യോഗിമാരൊന്നും അവരെ എഴുതുമ്പോ ഫിലോസഫിയൊക്കെ എഴുതുമ്പോ ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ എഴുതും. പക്ഷെ ഒന്നും നിന്നൊക്കെ ബുദ്ധൻ 80-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. നാരായണ ഒരു 73-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. രമണ മഹർഷി എനിക്കൊന്ന് 65-ഓ 66-ഓ കണ്ട വയസ്സിൽ മരിച്ചുപോയി. പരമഹംസൻ എന്ന് പറയുന്ന വിദ്വാൻ അതിന് മുമ്പേ മരിച്ചുപോയി. പിന്നെ വിവേകാനന്ദൻ, ഇതെല്ലാം ചത്തുപോയി. ഇപ്പൊ എനിക്കൊരു 5 കൊല്ലം കൂടെ ഒക്കെ ജീവിക്കാൻ പറഞ്ഞാൽ ഞാൻ ബുദ്ധനെയും കൂടെ കടക്കും. നമുക്കാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞുകൂടാതാണ് നമ്മൾ പിടിക്കും. എന്റെ അമ്മയ്ക്ക് 95 വയസ്സുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഇത് ഒരു കാര്യം അറിഞ്ഞത്, ഇതൊന്നും കൊണ്ടല്ല ഈ അതോടെ ഇരിക്കുന്നുള്ള കാര്യം അറിയാം. കുറച്ച് ഭക്ഷണമൊക്കെ റെഗുലേറ്റ് ചെയ്ത് അധികം തിന്നാതെയൊക്കെ ഇരുന്ന് ഹാർട്ടിനുള്ള എക്സർസൈസ് ഒക്കെ ചെയ്താൽ നിങ്ങൾ ഇച്ചിരി നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്ത് നല്ല ജനലിസം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നടക്കും. അത്രേ ഉള്ളൂ. അതിന് ഈ പറയുന്ന ഒരു പണിയും ചെയ്യാം. പിന്നെ നമ്മള് ധ്യാനം ആണല്ലോ, പിന്നെ അവസാനം മെഡിറ്റേഷൻ. രണ്ടുപേരും നമ്മൾ വഴക്കിട്ടാൽ ആദ്യം എന്തോ ചെയ്യുന്നത്? നമ്മൾ രണ്ടുപേരും വഴക്കിട്ട് പിണങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മിണ്ടാതിരിക്കും.
ആ അത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളു. അതെ. അത് കറക്റ്റ് ഉത്തരവാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മാറി ആരും കാണാത്ത ഒരു മൂലയ്ക്ക് ഉണ്ടാതിരിക്കും. ഇതിനെയാണ് ധ്യാനം എന്നത്. പ്രയോജനം ചെയ്യുമെന്ന്. ഇത്രേ ഉള്ളു. അപ്പൊ നിങ്ങൾ മാറിയിരിക്കും, മാറിയിരിക്കും നിങ്ങൾക്ക് താനേ തോന്നത്തില്ലേ? ആ താനേ തോന്നുന്നത് പോലെ കുറെ നേരം ഒരു ദിവസം മാറിയിരിക്കുന്നതിനെയാണ് ധ്യാനം. അപ്പൊ നമ്മൾ ഈ വലിയ ബഹളവും പ്രശ്നവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്തൊന്നും ഒന്ന് മാറിയിരുന്ന നമുക്കൊരു സമാധാനം. കാരണം നമ്മുടെ തോട്ടെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് ഒരു കാര്യമൊക്കെ ചെയ്യുക. ഇതിനപ്പുറത്തോട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിപ്പിക്കത്തില്ല. ഇനി നിങ്ങള് കണ്ണടച്ച് വെറുതെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ കണ്ണൊക്കെ അടച്ച് വെറുതെ ഇങ്ങനെ, അത് പ്രത്യേകിച്ച് മഴക്കെട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ കണിശമായിട്ട് അത് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നത്, അതുവരെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ ശ്വാസം എടുക്കുകയും പോവുകയും ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു. അപ്പൊ വലിയ ബഹളത്തിന്റെ നടുവിൽ നിന്ന് മാറിയിരുന്ന ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ശ്വാസം എടുക്കുന്നത്. അതുകൊണ്ട് സ്വാമിമാർ ആദ്യം പഠിപ്പിക്കും ഈ ശ്വാസം മേപ്പോട്ട് പോകുന്നതും താപ്പോട്ട് പോകുന്നതും എടുക്കുന്നത് നോക്കിയിരിക്കാൻ. അപ്പൊ ശ്വാസം എടുക്കുന്നത് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ സമാധാനമായിട്ടിരിക്കാൻ തോന്നും. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ ഇനി എന്തെല്ലാം വിചാരിച്ചാലും ഉണ്ടാകും. പിന്നെ നിങ്ങൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ ഡെവലപ്പ് ചെയ്യത്തില്ല. സാധാരണ എക്സർസൈസ് ചെയ്താൽ പോരാ, നല്ല വെയിറ്റ് ഒക്കെ ഇട്ട് പണിയൊക്കെ എടുത്താൽ നല്ല ബലമുള്ള ശരീരമുണ്ട്. ഇതുപോലെ ഈ ധ്യാനവും സാധനവും ഒക്കെ നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ തടി കൂടി നല്ല ബലം ഉണ്ടാകുന്ന പോലെ കുറച്ച് ഏരിയയിൽ നിങ്ങളുടെ തലയ്ക്കകത്ത് ആൽഫ വേവ്സ് എന്ന് പറയും, അതിച്ചിരി സമാധാനമുള്ളപ്പോൾ ഇച്ചിരി വരുന്നതാണ്. അപ്പൊ അതിങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കുറച്ച് നമുക്ക് ഉണ്ടാക്കാം. മസിൽ ഉണ്ടായാലും ബലം ഉണ്ടായാലും അവനെല്ലാം 90 വയസ്സിനകത്ത് തന്നെ. പിന്നെ മെലിഞ്ഞിരുന്ന് മരുന്നും കഴിച്ച് 90 വയസ്സെത്തിക്കാനും പറ്റും. ജീവിതത്തിന്റെ ഗുണനിലവാരം അല്പം ഉയർത്താൻ ആരോഗ്യം ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന, അത് ഈ പറയുന്ന ഏത് ചെയ്താലും നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും. അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ ഭക്ഷണം തേടുമ്പോൾ സ്വാഭാവികമായി നമുക്ക് കിട്ടിയിരുന്നതാണ് എക്സർസൈസസ്. അത് നമ്മൾ വേറെ ആളെ കൊണ്ട്, അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ച് തിന്നാൻ തുടങ്ങിയപ്പോഴാണ് ശരീരം അനങ്ങാതായത്. അപ്പൊ അവരോട് പറഞ്ഞതാണ് രാവിലെ എണീറ്റ് നടക്കണമെന്നും ഓടണമെന്നും ചാടണമെന്നും കാര്യമുണ്ട്. പക്ഷെ ഭക്ഷണം തേടുമ്പോൾ സ്വാഭാവികമായി നമുക്ക് കിട്ടിയിരുന്ന എക്സർസൈസസ് ഇപ്പൊ കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എക്സർസൈസ് ചെയ്യണമെന്ന് പറയാൻ ബാധ്യത വന്നാണ്. മറ്റേത് ആട് നടന്ന് തിന്നും, കടുവ ഓടി പിടിക്കും, കിളികൾ പറന്ന് ചെയ്യും, എല്ലാവരും എക്സർസൈസ് കിട്ടുമായിരുന്നു. നമ്മൾ ഭക്ഷണം തേടി യാത്ര ചെയ്യുമ്പോൾ നടക്കും, കുഴി കുത്തും, മരത്തെ കയറും, വെള്ളത്തിൽ നീന്തും, ഇങ്ങനെ എക്സർസൈസ് കിട്ടിയിരുന്ന ഒരു ജീവി ഇവിടെ ഇരുന്ന് ഞാൻ അടിക്കുന്ന വാചം അടിക്കുന്ന പോലെ വാചം അടിച്ചിരുന്നാൽ ഒരു എക്സർസൈസും കിട്ടത്തില്ല. അപ്പൊ പിന്നെ അവിടുന്ന് ചായയും കൊണ്ടും കൂടെ തന്നെ ഇവിടുന്ന് എണ്ണിക്കാൻ പറ്റാതായി പോയിട്ടുണ്ടാകുന്ന രോഗം ചെറുക്കാനായിട്ട് രാവിലെ അരമണിക്കൂർ നേരം എക്സർസൈസ് ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടി വന്നത് അതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു ജീവി സ്വാഭാവികതയിൽ കിട്ടിയിരുന്ന ഒരു കാര്യമാണ് എക്സർസൈസ്. അതേപോലെ തന്നെയാണ് വഴക്കിട്ടാൽ നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങും. ഇതുപോലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ, അത്രേ ഉള്ളെന്ന് മനസ്സിലാക്കിയാൽ വേറെ ഒന്നും കൂടുതൽ സംഭവിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എക്സർസൈസ് ചെയ്ത് ഭയങ്കര ബലം ഉണ്ടാക്കി, ഇപ്പൊ ഉസൈൻ ബോൾട്ട് രാവിലെ 4 മണിക്ക് എണ്ണീറ്റ് ഓടാൻ തുടങ്ങിയിട്ട് 10 സെക്കൻഡിന് താഴെ 9 സെക്കൻഡിൽ ഓടി, എന്താ പ്രയോജനം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയാൽ മാത്രമാണ് ഒരു ദിവസം നാട്ടുകാരെ കാണിക്കാൻ കൊള്ളാം, വേറെ ഒന്നിനും കൊള്ളത്തില്ല. പക്ഷെ ഒരു 10 കൊല്ലം ഇവൻ കിടന്ന് ഓടി ചത്തിട്ടുണ്ട്. എന്തിനാണ് അവൻ അവിടെ കിടന്ന് ഓടിയെന്ന് ചോദിച്ചാൽ, മാനെ ഓടിച്ചിട്ട് പിടിക്കേണ്ട ആവശ്യം ഇനിയിപ്പൊ നമുക്കുണ്ടോ? തോക്ക് വെച്ച് വെടിവെക്കാവുന്ന കാലത്താണ് ഇരിക്കുന്നത്. ഇവൻ കിടന്ന് ഓടേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് ഭയങ്കര തടിയുള്ള മസിൽസ് ഉണ്ടാക്കിയ വല്ല പാറ പൊക്കാനോ തെങ്ങ കയറാനോ ഒക്കെ പ്രയോജനപ്പെടുമായിരുന്നെങ്കിൽ വല്ല കാര്യവും. ഇല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കാന്നേ കൊള്ളത്തുള്ളൂ. ഒരു എന്തിനാടാ ഈ പണിയെടുക്കുന്നത് ചോദിച്ചാൽ ഒരു കാര്യമില്ല. ഇതേപോലാണ് ഇയാള് ധ്യാനിച്ച് ആൽഫ വേവ്സ് അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ കുളിര് കോരിയിരുന്ന
സ്വയംഭോഗം ചെയ്ത് രസിച്ച പോലെയുള്ളൂ. ഒരു കൊച്ചും ഉണ്ടായിട്ടില്ല എന്ന് അറിയണം. അത്രേ ഉള്ളൂ. അപ്പൊ ധ്യാനിച്ചിരിക്കുന്നവനല്ല, സ്വയംഭോഗികളായിട്ടിരിക്കുമ്പോ നല്ല രസമല്ലേ, അവനെന്താ കുഴപ്പം? പക്ഷെ ഒരു കൊച്ചും ഉണ്ടാകത്തില്ല. അത്രേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല. അല്ലാതെ ഇതൊരു പണ്ടത്തെ കഥയൊക്കെ വേണം. നമ്മളിപ്പോ ആത്മാവിലാണ്, ആത്മാവ് പോയി പരമജ്ഞാനിയായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ചേർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്ന കഥയൊക്കെ ഉണ്ടായിരുന്നു. അവനെ ഈ സ്വയംഭോഗത്തിനപ്പുറത്തോട്ട് പോകുന്ന ഒന്നും തന്നെ സംഭവിപ്പിക്കുന്നില്ല എന്നാണ്. ഇയാൾ ആത്മാവിൽ രമിച്ചിരിക്കുന്ന കാരണം കൊണ്ട് നാട്ടിൽ ഒരു തേങ്ങായും ഉണ്ടാകത്തില്ല, ഒരു എന്താണ് നെല്ലും ഉണ്ടാകത്തില്ല, വേറൊരാൾക്ക് ഒരു പ്രയോജനവും ഇല്ല. അത് ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം സ്വയംഭോഗം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ പോയി കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ